അച്ഛാണ് നമ്മളപ്പോൾ ഇന്ന് വന്നേക്കുന്ന കുടിയന്മാർക്ക് വേണ്ട ഒരു വീഡിയോ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ കള്ളു കുടിക്കുന്നതോടെ നമുക്ക് ഫ്രീ ഫുഡ് കിട്ടും. ഫ്രീ ഫുഡ് എവിടെ നിന്നല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോണേ. നമ്മളപ്പോൾ ഒരു കുപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിക്കോട്ടോ. എന്തായാലും സംഭവം ഒന്ന് പരീക്ഷ നോക്കണല്ലോ. അപ്പോൾ നേരത്തെ വെച്ചാണ് കുപ്പിന്ന് കളർഫുള്ളായിട്ടുള്ള കുപ്പി നമ്മൾ തപ്പി പിടിച്ചെടുക്കുക. എനിക്കിഷ്ടപ്പെട്ടൊരു കുപ്പി ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ടേക്കാണ് പോയത്. കുപ്പി എടുത്ത് നേരെ ബില്ലടിച്ചാൽ പുറത്തേക്ക് വന്നപ്പോൾ നമ്മുടെ പങ്കൻ ഇവിടെ വേറെ നല്ല നല്ല ബില്ലുകൾ നോക്കി പെറുക്കി എടുത്തോണ്ടിരിക്കുകയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വേട്ട കഴിഞ്ഞോട്ടെ. ഇത്രയും ബില്ലാണ് നമ്മൾ ഇന്ന് പെറുക്കിയെടുത്താണ്. ഇതിന് ശേഷം നമുക്ക് വേണ്ട ആപ്പ് എന്താണെന്ന് വെച്ചാൽ ഡ്രിങ്കോ എന്ന് പറഞ്ഞ ആപ്പാണ്. ഇതിപ്പോൾ നിലവിൽ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധനം നേരെ എടുക്കുക. അതിനകത്തൊരു ക്യാമറ ബട്ടൺ ഉണ്ടാവും. ആ ക്യാമറ ബട്ടണിൽ നേരെ നമ്മുടെ ബില്ല് എടുത്ത് സ്കാൻ ചെയ്യുക. ബില്ലൊരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നേരെ സ്കാൻ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നേരെ സ്കാൻ ആവും. ഇതപ്പോൾ നമ്മുടെ 950 ബില്ലായിരുന്നു. അതേ പോയിന്റ് തന്നെ നമുക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്കാൻ ചെയ്ത് മിനിമം 12,500 പോയിന്റ് ആക്കിയാൽ നമുക്ക് റിഡീം ചെയ്യാം കേട്ടോ. എവിടേക്കാണെന്നല്ലേ, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. KFC, സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഞാനപ്പോൾ ഇന്ന് റിഡീം ചെയ്യുന്നത് സ്വിഗ്ഗിയിലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റിഡീം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും. ഈ മെസ്സേജിൽ കിടക്കുന്ന HTTP എന്ന് പറഞ്ഞ ലിങ്കാണ്. ആ ലിങ്ക് നമ്മൾ നേരെ ഗൂഗിളിൽ കയറി അടിക്കുക. ഇത് ഇങ്ങനെ ഗൂഗിളിൽ കയറി അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പേജിലേക്ക് വരും. ഡ്രിങ്കോടെ വേറൊരു പേജിലേക്ക് വരും. അതിനകത്ത് നമുക്ക് കോഡും ഒരു ആക്ടിവേഷൻ പിന്നും കിട്ടും. ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്വിഗ്ഗിയുടെ ആപ്പിൽ കയറിയിട്ട് അതിൽ നമ്മൾ കോഡ് റിഡീം ചെയ്യുന്ന സൈഡിലേക്ക് എന്നിട്ട് അവിടെ നമുക്ക് ഈ എൻ്റർ കോഡ് ഡിജിറ്റൽ കോഡ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ആ കോഡ് അടിച്ചു കൊടുക്കുക. അതിൻ്റെ താഴത്തെ എൻ്റർ പിന്നെന്ന് നോക്കി കൊടുത്താൽ ആ 4 പിന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 250 ഒരു വൗച്ചർ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിഡീം ചെയ്യും. പിന്നെ നമുക്ക് ഏത് ഫുഡാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യാം. മെനു നോക്കി ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ 40% ഓഫ് കൂടി കണ്ടു. അപ്പം പിന്നെ അതും നോക്കിയില്ല, നേരെ അതെടുത്ത് കഴിയുമ്പോൾ അതിന് നമുക്ക് 80 വരെ കുറച്ച് കിട്ടി. അതിന് പുറകെ നമ്മൾ നേരെ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകാം. നമ്മളപ്പോൾ എൻ്റെ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കോതമംഗലത്ത് ബബിൾ ബി കാർ വാഷിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ലൊക്കേഷൻ വേണം കൊടുക്കുന്നത്. ഇവിടെ നിന്നപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് ഈ പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടല്ലോ, ഇങ്ങനെ ഒരു റിഡീം ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഓർത്ത്. അപ്പോൾ അങ്ങനെ ലൊക്കേഷനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് നമ്മൾ പോകാനുണ്ട്. അപ്പോൾ വെച്ചാൽ നമ്മൾ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ കാണാം നമുക്ക് സ്വിഗ്ഗി മണി എന്ന് പറഞ്ഞൊരു 250 രൂപ കിടപ്പുണ്ട്. അതാണ് നമ്മൾ ടിക്കറ്റ് വെച്ചാൽ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പേയ്മെന്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓർഡർ റിസീവ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയാണെങ്കിലും മദ്യം മേടിക്കുമ്പോൾ ബില്ല് കളയാണ്ടിരിക്കുക, സൂക്ഷിച്ച് വയ്ക്കുക, സ്കാൻ ചെയ്യുക, ഫുഡ് മേടിച്ചടിക്കുക. ഓക്കെ, നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കള്ളു കുടിക്കുന്ന ഫ്രണ്ടിനും കള്ളു കുടിക്കാത്ത ഫ്രണ്ടിനും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.